നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മദ്യപൻ ലഹരിയും നിരവധി കുടുംബങ്ങളിൽ കണ്ണീർ വീഴ്ത്തുന്നുണ്ട്. ഒട്ടേറെ മാതാപിതാക്കളുടെ ചോര പൊഴിക്കുന്നുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് മദ്യലഹരിയിൽ മകൻ അമ്മയെ ചവിട്ടിക്കൊന്നൊരു വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. നെടുമങ്ങാട് തേക്കട സ്വദേശി 75-കാരിയായ ഓമൻ അമ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി മകൻ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ഓമന അമ്മയെ ആദ്യം നെടുമങ്ങാട് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മകൻ മണികണ്ഠൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വട്ടപ്പാറ പോലീസിന്റെ പിടിയിലായി. സ്ഥിരം മദ്യപാനിയായ സന്തോഷ് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുക പതിവാണ്. മദ്യപിക്കാനും പണയം വെച്ച ബൈക്ക് തിരികെ എടുക്കാനും പണം കൊടുക്കാത്തതിനാലാണ് സന്തോഷ് അമ്മയെ മർദ്ദിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ സന്തോഷ് പതിവായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു, മാതാപിതാക്കളെ മർദ്ദിച്ചിരുന്നു. വീട്ടിലും ഇതുപോലെ തന്നെ മദ്യലഹരിയിലെത്തി നാട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് സന്തോഷ് എന്ന് പറയുന്നുണ്ട്. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഈ സന്തോഷ് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു വ്യക്തിയാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അമ്മയുടെ ഓമനാമ്മയുടെ മരണം സംഭവിക്കുന്നത്? ടോം, സന്തോഷ് സ്ഥിരം മദ്യപാനിയാണ്. മദ്യപാനെന്ന് മാത്രമല്ല, മദ്യപിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കുന്ന ആളുമാണ്. ഇന്നലെ രാത്രി 7:30 ഈ സംഭവം ഉണ്ടായത്. മദ്യപിച്ചെത്തിയ സന്തോഷ് ഈ ഓമനയെ മർദ്ദിക്കുകയും ചവിട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് നാട്ടുകാർ 10 മണിയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെ എത്തിയെങ്കിലും 11:30 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഇവരുടെ പോസ്റ്റ്മോർട്ടം അടക്കം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മദ്യലഹരിയിലാണ് ഇയാൾ 75 വയസ്സുകാരിയായ അമ്മയെ ചവിട്ടിക്കൊന്നത് എന്നാണ് പോലീസ് പറയുന്നത്. 50 വയസ്സുണ്ട് സന്തോഷിന്. വട്ടപ്പാറ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ചൊവ്വാഴ്ച രാത്രി 7:30 ഈ സംഭവം ഉണ്ടായത്. മദ്യപിക്കാനും പണയം വെച്ച ബൈക്ക് തിരികെ എടുക്കാനും അമ്മ പണം കൊടുത്തില്ല. ഇതാണ് ഈ ഒരു പ്രകോപനത്തിന്, മദ്യപാനിയായ മകനെ പ്രകോപിപ്പിച്ചത്. അതിനാണ് സ്വന്തം അമ്മയെ, പെറ്റമ്മയെ ഈ രീതിയിൽ ചവിട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. നേരത്തെ ആദ്യമായല്ല ഇയാൾ ഇത്തരത്തിൽ ഓമനമ്മയെ മർദ്ദിക്കുന്നത്. നേരത്തെയും പലതവണ മദ്യപിച്ച് വന്ന് ബഹളമുണ്ടാക്കുകയും അത് തടയുമ്പോൾ അല്ലെങ്കിൽ പാടില്ലെന്ന് പറയുമ്പോൾ ഈ രീതിയിൽ മർദ്ദിക്കാറുമുണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്നുണ്ട്. പലതവണ മർദ്ദിച്ചിരുന്നു. 2 കാലും വലത് കൈയും നേരത്തെ ഇയാൾ സ്വന്തം അമ്മയുടെ തന്നെ കൈയും കാലും ഒക്കെ ചവിട്ടി ഒടിച്ച ക്രിമിനൽ കൂടിയാണ്. ഈ മദ്യപാനി എന്ന പേരിൽ മാത്രം ഇയാൾക്ക് ഇളവ് നൽകാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇയാളുടെ നേരത്തെയുള്ള ഇയാൾ ഉൾപ്പെട്ട അല്ലെങ്കിൽ അമ്മയെ മർദ്ദിച്ച കഥകളൊക്കെ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. 2 കാരണം ഇതിനു മുൻപ് ഈ അമ്മയെ ഇങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട്, കാലും കൈയും ചവിട്ടി ഒടിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ ആൾക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായില്ല. അത്തരം പരാതിയുമായി പോലീസിനെ ഈ അമ്മ സമീപിച്ചിരുന്നില്ലേ? ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇയാളുടെ കുടുംബം, ഭാര്യയും മക്കളുമൊക്കെ ഇയാളുടെ ഈ സ്ഥിര മദ്യപാനവും ഈ ക്രൂരമായ സ്വഭാവം കാരണം മറ്റൊരിടത്താണ് താമസിക്കുക. ഇയാളിൽ നിന്ന് മാറിയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയാണ് ഇയാളുടെ എല്ലാ വൃത്തികേടുകൾക്കും അല്ലെങ്കിൽ ഇത്തരം അക്രമങ്ങൾക്കും ഇരയായിരുന്നത്. സ്ഥിരമായി ഇങ്ങനെ മർദ്ദിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിന് കുടുംബം മാറി താമസിക്കുകയായിരുന്നു. നാട്ടുകാരും നിരന്തര വിഷയമായതുകൊണ്ട് തന്നെ ഇവിടെ ബഹളം കേട്ടാലോ മറ്റും ഇടപെടാറില്ലായിരുന്നു. നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാട്ടുകാരും ആ ഭാഗത്തെ തിരിഞ്ഞു നോക്കാറില്ല. വീട്ടിൽ സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്നു. ഇന്നലെയും ഈ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം വീടിന് സമീപത്തെ ഷെഡും മറ്റും ഇയാൾ തകർത്തിരുന്നു. ഇയാളുടെ ഭാര്യയും മക്കളുമൊക്കെ മാറി താമസിക്കുകയുമാണ്. അത്തരത്തിലുള്ള സ്ഥിരം മദ്യപാനിയും സ്ഥിരം പ്രശ്നക്കാരനുമായ ഒരു ക്രിമിനലായി തന്നെ ഇയാളെ കാണണം. മദ്യത്തിന്റെ പേരിൽ ഇയാൾക്ക് ഏത് തരത്തിലുള്ള ഇളവ് ലഭിക്കാനും ഒക്കെ ഒരുപക്ഷെ പിന്നീട് നിയമപരമായ സാധ്യതയുണ്ട്. പക്ഷെ അതൊരു സ്ഥിരം ഏതെങ്കിലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തുപോയ കുറ്റമായി പോലും കാണാൻ കഴിയാത്ത തരത്തിൽ നിരന്തരം പ്രശ്നക്കാരനാണ് സന്തോഷ് എന്നാണ് നാട്ടുകാരുടെ മൊഴിയിൽ നിന്നൊക്കെ, നാട്ടുകാരുടെ പ്രതികരണത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന. പോലീസും ആ രീതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ മാത്രമാണോ ഈ സന്തോഷ് പ്രശ്നമുണ്ടാക്കിയിരുന്നത് അരുൺ, അതോ മദ്യലഹരിയിലെത്തി നാട്ടുകാരെ ഉപദ്രവിക്കുന്ന അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ പ്രതി? നാട്ടുകാരെ ഉപദ്രവിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലമൊന്നും ഇതുവരെ അറിവായിട്ട് ലഭ്യമായിട്ടില്ല. ഇയാളുടെ മദ്യപാനിയാണ്, വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കും. വീട്ടുകാരുടെ മേലാണ് ഇയാൾ എപ്പോഴും ഈ രീതിയിൽ അവരെയാണ് ആക്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഏറെക്കാലം അയാളുമായി പിണങ്ങി താമസിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. സംഭവ സമയം
മണികണ്ഠന്റെ സഹോദരി വീട്ടിലുണ്ടായിരുന്നു. ഈ ഓമനമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാരും പരിസരവാസികളും ഒക്കെ ഓടി എത്തിയത്. അങ്ങനെയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. ഏതായാലും നാട്ടുകാർക്ക് നേരെ ഏതെങ്കിലും അക്രമം നടത്തിയതോ അല്ലെങ്കിൽ അതിന് കേസുള്ളതായോ ഒന്നും വ്യക്തതയില്ല. പക്ഷേ ഇയാൾ സ്ഥിരം വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ടായിരുന്നു. ഇയാളുടെ ഈ അക്രമവും ഇയാളുടെ കയ്യേറ്റവും ഒക്കെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഒക്കെ എതിരെയായിരുന്നു. ഭാര്യ സ്വാഭാവികമായും അവർ മറ്റു സ്ഥലത്തേക്ക് സുരക്ഷിതമായി ജീവിക്കാൻ മറ്റു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു. കുട്ടികളും ആ രീതിയിൽ തന്നെയാണ്. പക്ഷേ അമ്മയ്ക്ക് അവിടെ നിന്ന് മാറിപ്പോകാൻ കഴിയുമായിരുന്നു. 75 വയസ്സുള്ള വൃദ്ധയാണ്. അതുകൊണ്ട് തന്നെ അവർ അപ്പോഴും ആ വീട്ടിൽ തന്നെ താമസിച്ചു. അവരെയാണ് ഈ രീതിയിൽ അതിക്രൂരമായി ചവിട്ടി കൊലപ്പെടുത്തുന്നത്. ഒരുപക്ഷെ മൃഗീയമായി എന്ന് തന്നെ പറയേണ്ടി വരും. മൃഗങ്ങൾ പോലും ഈ രീതിയിൽ പെറ്റമ്മയോട് അല്ലെങ്കിൽ അവരെ വളർത്തുന്നവരോടൊന്നും മൃഗങ്ങൾ പോലും ആ രീതിയിൽ പെരുമാറുന്ന വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് ഈ മദ്യത്തിന്റെ ലഹരിക്ക് അടിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു ക്രൂരമായ ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം ദാരുണമായ സംഭവമാണ്. കാരണം ഈ സന്തോഷിന്റെ ക്രൂരത കാരണം ഇയാളുടെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു പോയിരുന്നു. പിന്നീട് ഈ അമ്മയാണ് പലപ്പോഴും ഈ മദ്യലഹരിയിലെത്തുന്ന ഇയാളുടെ ആക്രമണത്തിന്റെ ഇരയായിരുന്നത്. ഇതിനു മുൻപ് അമ്മയെ ക്രൂരമായി ആക്രമിച്ച അമ്മയുടെ കൈയും കാലും ചവിട്ടി ഓടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അമ്മയ്ക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വരുന്നു. ഒടുവിൽ അമ്മയുടെ മരണം സംഭവിക്കുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.